ഇറങ്ങുന്നത് ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരിയേട്ടത്. പിന്നെ ആരാണ് ഈ ഇതിനെ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ട് ആമേഴഞ്ചാം തോട്ടിലേക്ക് തട്ടുന്നത്? അപ്പൊ ഈ റെയിൽവേയിൽ അവിടെ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ പരിഹരിച്ചു കഴിഞ്ഞാൽ 50% പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ, പകുതി പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു 170 മീറ്ററോ മറ്റോ ആണ് ഈ ഞാൻ നേരത്തെ കോടതി വല്ലാത്തൊരു ചൊറിച്ചില് ഒന്ന് ചൊറിഞ്ഞേ. ഞാൻ സമ്മതിക്കുന്നു. ഹാഷ്മി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കോടതി വരുന്നത് ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ പറയട്ടെ ഹാഷ്മി. കുറെ നേരമായി തുടങ്ങിയിട്ട് എന്റെ തൊപ്പി പോയാലും വേണ്ടില്ല, ഇനി വാ തുറന്ന ഇടിച്ച് കൂമ്പിയാൻ കലകികളെ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോടതിയുടെ നിരീക്ഷണം കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടു. സ്വാഭാവികമായിട്ട് ഈ റെയിൽവേ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യർ തന്നെയല്ലേ, നമ്മൾ പോകുന്നത് തന്നെയല്ലേ. സ്വാഭാവികമായിട്ട് അവിടെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനകത്ത് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ വേസ്റ്റ് സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവനും അവർക്ക് പദ്ധതികളും ഉണ്ട്, അവരത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? ശരി, ഈ റെയിൽവേയുടെ ആ 170 മീറ്റർ അങ്ങ് വിട്ടേക്കൂ. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നീന്തിയിട്ട് വേണം നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനും റെയിൽവേ ആണോ ഉത്തരവാദി? എന്ത് പറ്റിയടാ? തൊട്ടടുത്തിരിക്കുന്ന KSRTC ബസ് ടെർമിനലിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നീന്തിയിട്ട് വേണം തിരുവനന്തപുരത്ത് കയറാൻ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ. അതിനും റെയിൽവേ ആണോ ഉത്തരവാദി? അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഇതിന്റെ ചുറ്റും സൃഷ്ടിച്ചു വെച്ചിട്ട് ഇനി എല്ലാം പോട്ടെ, ഈ ബോഡി എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? ഈ ജോയി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ബോഡി എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇവര് മുഴുവനും സമയവും റെയിൽവേയുടെ തലയിലേക്ക് കുറ്റം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടിയിൽ മാത്രമല്ലേ തപ്പിക്കൊണ്ടിരുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. അങ്ങോട്ടേക്കോ പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായോ? ഈ ബോഡി ഇവിടെ നിന്ന് ഒഴുകി 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ മാലിന്യ കൂമ്പാരങ്ങളൊന്നും ഇതിന്റെ അടിയിലായിരുന്നില്ല, ഒഴുകി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന് തന്നെയല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെന്താ പ്രശ്നം? ചാക്കിൽ കൊണ്ട് കെട്ടിയിട്ടേക്കാണ് മാലിന്യം. സർ, ചാക്കിൽ കെട്ട് കണക്കിന് അട്ടി കണക്കിന് ബെഡും മനുഷ്യ വേസ്റ്റും എല്ലാം കൂടെ നടക്കുകയാണ് അവിടെ. അതിനൊന്നും ഇല്ലേ? അങ്ങനെ ഹാഷ്മി, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, റെയിൽവേയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കലാണ് പണി. അല്ലാണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ 12 കിലോമീറ്ററിൽ ഒഴുകി ഇവിടെ എത്തുന്നു, ഇതുവഴി ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് നഗരസഭയ്ക്ക് ക്ലീൻ ചിറ്റ് മേടിച്ചു കൊടുക്കലല്ലോ റെയിൽവേയുടെ പണി. റെയിൽവേ കോടതികൾ പറഞ്ഞത് ഇത് മുഴുവൻ ക്ലീൻ പറയുന്ന വാദങ്ങൾ റെയിൽവേ ഇതുപോലെ ഞാൻ അംഗീകരിക്കുന്നു. റെയിൽവേ ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതിന്റെ 100% ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. പോലെ ഉറഞ്ഞുകൂടി കിടക്കുന്ന ഈ പറയുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഈ 10-12 കിലോമീറ്ററിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളാണ്. ഇത് മാറ്റേണ്ടുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ഇതിന് ആരാണ് ഇവിടെ ടാക്സ് മേടിക്കുന്നത്? റെയിൽവേ ആണോ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് ടാക്സ് പിരിക്കുന്നത്? അല്ലല്ലോ. ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പൈസ മേടിക്കുന്ന ആരാ? റെയിൽവേ ആണോ മേടിക്കുന്നത്? അല്ലല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയല്ലേ മേടിക്കുന്നത്. ഇപ്പോ കൊച്ചി കോർപ്പറേഷനിൽ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനാണ്, അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അധികൃതർക്കല്ല. കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഓടുന്ന ഒരു സംവിധാനമാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളിലും ഇറങ്ങി ക്ലീൻ ചെയ്യലല്ലോ റെയിൽവേയുടെ പണി എന്ന് പറയുന്നത്. ഇതില് നേരത്തെ യുവരാജ് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ റെയിൽവേ ആണ്. അവരിപ്പോഴും ടോയ്ലറ്റ് വേസ്റ്റ് ഇപ്പോഴും പരസ്യമായിട്ട് അന്നും ഇന്നും ഒരേ സിസ്റ്റം, ട്രാക്കിൽ ഇടുന്ന ആ സിസ്റ്റം തന്നെയാണല്ലോ അവർക്കുള്ളത്. ഇങ്ങോട്ട് വന്നേ നീ
എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ അത് വീഴുന്നു അവിടെ തന്നെ പോയി മനുഷ്യരെ കൈകൊണ്ട് അവിടെ വീണ വേസ്റ്റും പേപ്പറും വേസ്റ്റും പേപ്പറും മനുഷ്യരെ കൈകൊണ്ട് എടുക്കുന്ന ദൃശ്യം അതെ അതെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. ഡയഗ്രാം വരച്ചു വെക്കുന്നില്ല അല്ലല്ല നോക്കാനുള്ള ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. മര്യാദ ഇല്ലെന്നല്ല ഇന്ന് ഒരു വർഷം ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നത് അല്ല എവിടെയാണ് ഇറങ്ങിയിട്ട് ഇപ്പൊ എവിടെ ഏത് നൂറോളം ട്രാക്കിലാണ് മനുഷ്യരാണ് ഈ രാജ്യത്ത് മരിച്ചു പറഞ്ഞുതരാം. വീഴുന്നത്. അല്ല ഏത് ട്രെയിനിലാണ് അല്ലല്ല അങ്ങനെ അങ്ങ് പോവല്ലേ അങ്ങനെ അങ്ങ് പോവല്ലേ അങ്ങനെ ഏത് പോകലെന്നല്ല. ട്രെയിനിൽ നിന്നാണ് ഓപ്പൺ ആയിട്ട് പറയട്ടെ. ട്രാക്കിലേക്ക് ഒന്ന് കാണിച്ചു തരാം. റെയിൽ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ? സാധാരണക്കാരനും സമ്പത്തില്ലാത്തവനും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും കൈകൊണ്ട് ഈ വേസ്റ്റ് എടുത്ത് അവൻ തന്നെ ആ നാറുന്ന ടോയ്ലറ്റിന്റെ ആ വെള്ളം കുടിച്ച് മനുഷ്യരുടെ ശ്വാസം കാര്യം മുട്ടി പറയും. എല്ലാ മരിക്കുന്ന മനുഷ്യരെയും നിങ്ങൾ ഒരുപോലെ അതിനെക്കുറിച്ച് ബാധിക്കുന്നതാണ്. പറയൂ. വെറുതെ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടടാ രാമു. അല്ല പിന്നെ ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ ആൾക്കാർ മാത്രം ഇങ്ങനെ ചത്തൊടുങ്ങിയാൽ മതിയോ? അല്ല ധന്യ പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഗുരുതരമായ പ്രശ്നം. നീയാണല്ലോ കോടതി.